SFI ഗൂഢാലോചന നടത്തി നടപ്പിലാക്കുന്ന അവസാനത്തെ കൊലപാതകമാണ് പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റേതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിക്രൂരമായ മർദ്ദനമാണ് സിദ്ധാർത്ഥ് നേരിട്ടത്. പ്രതികളെ സംരക്ഷിക്കാനാണ് പാർട്ടിയും പോലീസും സർക്കാരും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് ബാരിക്കേഡ് തീർത്ത് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമം നടത്തി. മുകളിൽ കയറി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പങ്കില്ലെന്നാണ് SFI അവകാശപ്പെടുന്നത്. എന്നാൽ SFI ഗൂഢാലോചന നടത്തി നടപ്പിലാക്കുന്ന കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ കൊലപാതകമാണ് സിദ്ധാർത്ഥിന്റേതെന്നും അദ്ദേഹം ആരോപിച്ചു. ചില ആളുകൾ പറയുന്നത് SFI നടത്തിയ ആദ്യത്തെ ലോകം കണ്ട ഭീകരമായ നരഹത്യയാണെന്നാണ്. അതിനെനിക്ക് യോജിപ്പില്ല. കാരണം ഇതേ SFI ആയിരുന്നു 96-ൽ പരുമല കോളേജില് 3 ABVP വിദ്യാർത്ഥികളെ കോളേജ് ക്യാമ്പസിൽ മർദ്ദിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പമ്പയാറ്റിൽ ചാടിയപ്പോ മുങ്ങി നിവരുന്ന കുട്ടികളുടെ തലയിലേക്ക് കരിങ്കൽ പാളികൾ എറിഞ്ഞുകൊണ്ട് മരണം ഉറപ്പുവരുത്തിയത്. പ്രതികളെ സംരക്ഷിക്കാൻ പോലീസും കോളേജ് അധികാരികളും CPM-ഉം ശ്രമിക്കുകയാണ്. എത്ര മൂടിവെച്ചാലും സിദ്ധാർത്ഥിന്റെ ദാരുണമായ കൊലപാതകം പുറത്തുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേസ് മുക്കിയാൽ കേന്ദ്ര ഏജൻസികൾ ഇവിടെയുണ്ടെന്ന കാര്യം മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സംസ്ഥാന നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.